ഒരു കുക്കറിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു അരപ്പകുതിയോളം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ഗ്ലാസ്സോളം പരിപ്പും കൂടെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതിയോളം നമുക്ക് പഴുത്ത തക്കാളിയും, ഒരു പിടിയോളം സബോളയും, 2 പച്ചമുളകും, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും, കുറച്ച് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാവേ. ഈ ഒരു സമയം നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം തേങ്ങയും നല്ല ജീരകവും കൂടി നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപ്പും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ജീരകമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അധികം ഗ്യാസിൻ്റെ ഇഷ്യൂസൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ പരിപ്പൊക്കെ 4 വിസിലോളം വേവിച്ച് വന്നുകൊണ്ട് നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാവേ. ഇത് നമ്മൾ താളിച്ച് ചേർക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിപൊളി നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ.